ഇന്ന് എവിടെ ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചു കഴിഞ്ഞാലും ഒരു ഫിനാൻഷ്യൽ തട്ടിപ്പിൻ്റെ വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. ആളുകളെ പറ്റിക്കുന്ന പരിപാടി എന്ന് ചുരുക്കം. എന്താണ് ഇത്തരത്തിലുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മലയാളികൾ ഇത്തരത്തിലുള്ള സ്കാമുകളിൽ ചെന്നുപെടുന്നത്? എൻജിനീയേഴ്സ് ആവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, ബാങ്ക് ഉദ്യോഗസ്ഥരാവട്ടെ, ഒരുപാട് പേര് ഇന്ന് ഇത്തരത്തിലുള്ള സ്കാമുകളിൽ ചെന്നുപെടുന്നു. പ്രധാനപ്പെട്ട കാരണം അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപിക്കുന്നു എന്നർത്ഥം. എൻജിനീയറിങ്ങും മെഡിസിനും അല്ലെങ്കിൽ ഒരുപാട് പ്രൊഫഷണൽ ഡിഗ്രികളൊക്കെ പഠിച്ചിട്ട് എന്നാൽ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മ കൂടെ എടുത്തു കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്കൂളുകളിലായാലും കോളേജുകളിലായാലും യൂണിവേഴ്സിറ്റികളിലായാലും നമ്മുടെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻസ് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വളരെ വലിയൊരു പോരായ്മയാണ്. പക്ഷേ നമുക്കിതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇന്ന് ഇത്രയും വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന അറിവാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഈ അറിവിലൂടെ ഇത്തരത്തിലുള്ള സ്കാമുകൾ ഫ്യൂച്ചറിൽ വരുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ ഒരു പരിധിവരെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഒരുപാട് തരത്തിലുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അതിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. കൃത്യമായി പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു തുടക്കക്കാരന് എന്തുകൊണ്ടും പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷെയർസിലോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെതായ റിസ്കുകളുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പല ആളുകൾക്കും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഇഷ്ടമല്ല. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും പോസിറ്റീവ് റിട്ടേൺ മാത്രം കൊടുക്കുന്ന ഒരു കാലഘട്ടവും ഉണ്ടാവാറില്ല. പോസിറ്റീവ് കൊടുക്കും, തുടർന്ന് നെഗറ്റീവ് റിട്ടേൺ, പോസിറ്റീവ് റിട്ടേൺ, നെഗറ്റീവ് റിട്ടേൺ, അല്ലെങ്കിൽ 1, 2, 3 വർഷക്കാലം വരെ നെഗറ്റീവ് റിട്ടേൺ കൊടുത്തിട്ട് എത്ര വർഷമാണോ ആ നെഗറ്റീവ് റിട്ടേൺ കൊടുത്തത് അതെല്ലാം ഒരു വർഷം കൊണ്ട് ഒരു പക്ഷേ പോസിറ്റീവ് റിട്ടേൺ ആക്കി തരുന്ന അവസ്ഥയും സ്റ്റോക്ക് മാർക്കറ്റ് വർഷങ്ങളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറയുന്നത് ക്ഷമ ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾക്ക് ഈ വോളറ്റിലിറ്റി, ഈ മേലെ പോകുന്നതും താഴെ പോകുന്നതൊന്നും ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർ അത് വളരെ ഡിസ്കംഫർട്ടബിൾ ആക്കും. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ് ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് നല്ല ഒരു ബോണ്ട് സെലക്ട് ചെയ്യേണ്ടതെന്നും അതുവഴി സേഫായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാതെ നല്ലൊരു റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടിക്കൊണ്ട് നിക്ഷേപിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. എന്താണ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ പബ്ലിക്കിൽ നിന്ന് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റു കോർപ്പറേറ്റ് കമ്പനികളോ നമ്മുടെ കയ്യിൽ നമ്മുടെ പൈസ കടമായിട്ട് വാങ്ങിക്കുന്നു. അത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ ആയിരിക്കാം. അവർ പറയുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഒരു കാലഘട്ടത്തിന് ശേഷം, 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ, അവർ നമുക്ക് പ്രോമിസ് ചെയ്യുന്നു 2 വർഷത്തിന് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 1 ലക്ഷം രൂപയാണെങ്കിൽ ആ 1 ലക്ഷം രൂപയും അതിന് 8% റേറ്റ് ഓഫ് റിട്ടേണും തരാം എന്ന് നമുക്ക് പ്രോമിസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് ബോണ്ട് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഈ ബോണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്ക്രീനിൽ കാണുന്ന പോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബോണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗമാണ്. അതായത് ഗവൺമെൻറ്റിന് ഒരുപാട് എക്സ്പാൻഷൻസ് വേണം. ഇപ്പോൾ ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ടാക്കണം, പവർ പ്ലാന്റുകൾ ഉണ്ടാക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. ഇതിനൊക്കെ ഗവൺമെൻറ്റിന് ക്യാഷ് ആവശ്യമാണ്. ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിനപ്പുറം സ്റ്റിൽ ഗവൺമെൻറ്റിന് പണം ആവശ്യം വരും. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ വരുന്നതാണ് PSU കമ്പനീസ്, അതായത് ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന കമ്പനി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NTPC, REC, PFC പോലത്തെ പബ്ലിക് സെക്ടർ കമ്പനികളും ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഇത് കൂടാതെ
പ്രൈവറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ് TCS, ഇറ്റ്സ് എ കോർപ്പറേറ്റ് കമ്പനി. അപ്പോൾ ഈ കോർപ്പറേറ്റ് കമ്പനികളും ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 4 ടൈപ്പ് ഓഫ് ബോണ്ടുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിവിടെ 9 പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിനോടുകൂടെ 10ാമതായിട്ട് നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഒരു ബോണ്ട് സെലക്ട് ചെയ്യാമെന്നും ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യമോടെ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ 10 കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ആദ്യത്തെ പോയിന്റിലോട്ട് കയറാം. ടൈപ്സ് ഓഫ് ബോണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് പ്രധാനമായിട്ടും 4 ടൈപ്പുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ബോണ്ടുകൾ. രണ്ടാമത്തെ ടൈപ്പിൽ ഞാൻ 2 എണ്ണം കൂട്ടിച്ചേർത്ത് പറയുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ബോണ്ടുകൾ, അതേപോലെ തന്നെ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന കമ്പനികളും. അതാണ് PSU കമ്പനി, പബ്ലിക് സെക്ടർ കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റും PSU ബേസിക്കലി ഒന്ന് തന്നെയാണ്. അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് കോർപ്പറേറ്റ് കമ്പനികളാണ് മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ബോണ്ടുകൾ ആണുള്ളത്. ഇതാണ് ലേണേഴ്സ് പോയിന്റ് 1, അതായത് ഫസ്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ബോണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് ബോണ്ടുകൾ എടുത്താലും ഇതിനകത്ത് 2 കാറ്റഗറി ഉണ്ട്. ഒന്നിന് ഷോർട്ട് ടേം ബോണ്ട് എന്നും വേറൊന്നിന് ലോങ് ടേം ബോണ്ട് എന്നും പറയും. എല്ലാത്തിനും ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോണ്ട് എടുത്താൽ അതിൽ ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് PSU ബോണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും ഷോർട്ട് ടേമും ലോങ് ടേം ഉണ്ട്. കോർപ്പറേറ്റ് ബോണ്ട് എടുത്താലും ലോങ് ടേമും ഷോർട്ട് ടേം ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ നോർമലി 3 വർഷത്തിന് താഴെയുള്ള ബോണ്ടുകളാണ് ഷോർട്ട് ടേം ബോണ്ട് എന്ന് പറയുന്നത്. ലോങ് ടേം എന്ന് പറഞ്ഞാൽ 3, 5, 10 വർഷങ്ങളുടെ ബോണ്ടുകളെയാണ് നോർമലി ലോങ് ടേം ബോണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് വർഷക്കാലത്ത് പ്രിഫറബിളി ലോങ് ടേം ബോണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണവും ഞാൻ ലേണേഴ്സ് പോയിന്റ് 3 ആയിട്ട് പറയാം. ഇപ്പൊ സെക്കൻഡ് പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലോട്ട് പോവാം. ലേണിംഗ് പോയിന്റ് 3 ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഷോർട്ട് ടേം, എന്താണ് ലോങ് ടേം? ഷോർട്ട് ടേം ബോണ്ട് എന്ന് പറഞ്ഞാൽ 1 വർഷം തൊട്ട് 3 വർഷം വരെ ഹൈ ലിക്വിഡിറ്റി ആണുള്ളത്. അതായത് പെട്ടെന്ന് നമുക്ക് വളരെ ഷോർട്ട് പീരീഡിൽ ഇതിൻ്റെ ക്യാഷ് തിരിച്ചു കിട്ടുമെന്നർത്ഥം. പക്ഷേ ഈ ലോങ് ടേം ബോണ്ടിലോട്ട് പോകുമ്പോൾ ലോ ലിക്വിഡിറ്റി ആണ്. അത് എന്തുകൊണ്ടാണ് ലോ ലിക്വിഡിറ്റി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോർപ്പറേറ്റ് ബോണ്ടിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആ കമ്പനി തന്നെ ചിലപ്പോൾ 10 വർഷത്തിന് ശേഷം ഇല്ലാതായി പോയേക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടും. പക്ഷെ ആ തിരിച്ച് കിട്ടുന്ന എമൗണ്ട് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 10 വർഷം പോലത്തെ ബോണ്ടുകൾ എടുക്കുമ്പോൾ അതിനൊരു റിസ്ക് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ലോ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഷോർട്ട് ടേം ബോണ്ട് എടുക്കുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ പൊതുവെ കുറവായിരിക്കും. ലോങ് ടേം ആണ് എടുക്കുന്നെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലായിരിക്കും. ഇനി ഈ ലോങ് ടേം ബോണ്ടിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കൂടി പറയാം. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ലോങ് ടേം ബോണ്ട്, നമ്മളിപ്പോൾ ഒരു 10 വർഷത്തിന് ബോണ്ട് എടുത്തു, നമുക്കൊരു 8 വർഷം കഴിഞ്ഞപ്പോൾ ആ ബോണ്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ റേറ്റ് ഓഫ് റിട്ടേണിന് അനുസരിച്ചായിരിക്കും നമുക്ക് ആ സമയത്ത് റിട്ടേൺ കിട്ടുക എന്നുള്ളത്. മെച്യൂരിറ്റി പീരീഡിൽ എന്തായാലും പ്രോമിസ് ചെയ്ത റിട്ടേൺ കിട്ടും. പക്ഷെ അതിന് മുന്നേ സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് ആ പ്രോമിസ് ചെയ്ത റേറ്റ് കിട്ടാനുള്ള ചാൻസസ് കുറവാണ് എന്നർത്ഥം. അതുകൊണ്ട് ഏറ്റവും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾ ഇതെന്നെ വാങ്ങിക്കണമെന്നില്ല. ഷോർട്ട് ടേം ബോണ്ട്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി എനിക്കൊരു സേഫ് ഹെവൻ ആയിട്ട് ഫീൽ ആവുന്നു എന്നർത്ഥം. ഇനി നാലാമത്തെ ലേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബോണ്ടിൻ്റെ പ്രൈസ്, ആ ബോണ്ടിൻ്റെ വാല്യൂ എന്താണ്. നമ്മൾ സാധനം കൊടുത്തിട്ടാണല്ലോ അത് വാങ്ങിക്കുന്നത്, അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. അതിൻ്റെ വാല്യൂവിനെ ഫേസ് വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ പാർ വാല്യൂ എന്ന് പറയും. അതായത് ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഗവൺമെൻറ് ബോണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ബോണ്ടിൻ്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എങ്കിൽ അതിന് ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയുന്നു. ഇനി ഇത് മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നു, ആളുകൾ വാങ്ങുന്നു, ആളുകൾ വിൽക്കുന്നു. ആ സമയത്ത് ഒരുപക്ഷെ ബോണ്ടിൻ്റെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ വാല്യൂ കൂടാം, ഡിമാൻഡ് കുറവാണെങ്കിൽ വാല്യൂ കുറയാം. അങ്ങനെയുള്ളതിനെ മാർക്കറ്റ് വാല്യൂ എന്നും പറയുന്നു. ഇനി ലേണിംഗ് പോയിന്റ് 5 എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടിൻ്റെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇന്ത്യയിൽ നിൽക്കുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ് ഈ ബോണ്ടുകൾക്ക് റേറ്റിംഗ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസിൽ റേറ്റിംഗ് ഏജൻസി, പിന്നെ വരുന്നത് കെയർ റേറ്റിംഗ് ഏജൻസി, ICRA റേറ്റിംഗ് ഏജൻസി, ഫിച്ച്
റേറ്റിംഗ് ഏജൻസി. ഈ പ്രധാനപ്പെട്ടിട്ടുള്ള 4 റേറ്റിംഗ് ഏജൻസികളാണ് ഇന്ത്യയിൽ വർക്കാവുന്നത്. ഇവർ ഈ ബോണ്ടിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് റേറ്റിംഗ് കൊടുക്കുന്നു എന്നർത്ഥം. അത് AAA+, ഹയസ്റ്റ് സേഫ്റ്റി തൊട്ട് ലോവസ്റ്റ് സേഫ്റ്റി വരെ ഇവർ ബോണ്ടിന് റേറ്റിംഗ് കൊടുക്കുന്ന അതോറിറ്റിയാണ്. ഈ റേറ്റിംഗ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ബോണ്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ് എന്നർത്ഥം. ഇനി ലേണിംഗ് പോയിന്റ് 6, അതായത് നമ്മൾ പറഞ്ഞു ബോണ്ടിൻ്റെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബോണ്ടിൻ്റെ റേറ്റിംഗ് വരുന്നത് AAA ആണ് ഏറ്റവും ഹയസ്റ്റ് സേഫ്റ്റി വരുന്നത്. അത് കഴിഞ്ഞ് AA+, AA, AA-, A+, A എന്ന് പറയുന്ന കാറ്റഗറി, പിന്നെ അതിന് തൊട്ട് താഴോട്ട് B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. പൊതുവെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ലെവൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വെരി ഹൈ കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഹൈ കാറ്റഗറിയിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് തിരിച്ച് കിട്ടുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഡീസൻറ്റ് റിട്ടേൺ നമുക്ക് വേണമെന്നുള്ളത് കൊണ്ട് ഹൈ കാറ്റഗറിയോ അല്ലെങ്കിൽ വെരി ഹൈ കാറ്റഗറിയോ ബോണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ റേറ്റിംഗ് A-, A+, അല്ലെങ്കിൽ AAA ബോണ്ടുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് ക്രിസിൽ റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടേബിളാണ്. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റ് ഏജൻസികളും ICRA, കെയർ, ഫിച്ച് റേറ്റിംഗ് ഏജൻസി എല്ലാം ഈ ഒരു ടേബിളിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ്, ലേണിംഗ് പോയിന്റ് 7 എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ബോണ്ടുകളുണ്ട്. സെക്യൂർ ബോണ്ടും നോൺ സെക്യൂർ ബോണ്ടും, അല്ലെങ്കിൽ അൺസെക്യൂർഡ് ബോണ്ട് എന്ന് പറയും. എന്താണ് സെക്യൂർ ബോണ്ട്? ഇപ്പോൾ നമ്മൾ ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കുക എന്ന് വിചാരിക്കുക. ആ ബാങ്ക് ഒരു പക്ഷേ നമ്മുടെ ലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വർണം, നമ്മുടെ കയ്യിലുള്ള സ്ഥലം, വീട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണയത്തിന് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ആയിട്ട് കൊളാട്രൽ എന്ന് പറയും, ബാങ്കിൽ കൊളാട്രൽ ആയിട്ട് വെക്കും. അതായത് ഇൻ കേസ് നമ്മൾ ആ പൈസ അടച്ചില്ലെങ്കിൽ അവർ ഈ പ്രോപ്പർട്ടി ജപ്തി ചെയ്യും. അപ്പം അതിനൊരു ബാക്കപ്പ് ഉണ്ട്. അതാണ് നമ്മൾ നോർമലി ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനത്തെയാണ് സെക്യൂർഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു കമ്പനി നിങ്ങൾ ബോണ്ട് എടുക്കുമ്പോൾ ഇൻ കേസ് ആ കമ്പനിക്ക് നിങ്ങൾക്ക് തിരിച്ചടക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ കമ്പനിയുടെ അസറ്റ്, ആ കമ്പനിയുടെ ബിൽഡിങ്, ആ കമ്പനിയുടെ സ്ഥലങ്ങളെല്ലാം എന്തായിട്ട് വെക്കും? നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് വെക്കും. അതുകൊണ്ട് എപ്പോഴും സെക്യൂർഡ് ബോണ്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അൺസെക്യൂർഡ് ബോണ്ടിന് എക്സാമ്പിൾ പറയാം. ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല, പക്ഷേ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലായിരിക്കും, അതിനകത്ത് റിസ്ക് കൂടുതലാണ്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ്, നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ പറമ്പിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം പണയം വെച്ചിട്ടല്ല അല്ലെങ്കിൽ ആധാരം കാണിച്ചിട്ടല്ലല്ലോ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന. ഏത് ബാങ്കിൽ ചെന്നാലും ഇന്ന് ക്രെഡിറ്റ് കാർഡ് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഈസ് ആൻ അൺസെക്യൂർഡ് ആണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് കൃത്യമായിട്ട് അടച്ചില്ല എങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതാണ് EMI എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പോൾ നമുക്ക് കൊളാട്രലായിട്ട് വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കാം. ഇനി കൊളാട്രൽ അല്ലാതെ, ഗ്യാരണ്ടി ഇല്ലാതെ നമ്മൾ വാങ്ങിക്കുന്നതാണ് അൺസെക്യൂർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു ബോണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ കമ്പനിയുടെ അടുത്തുനിന്ന് സെക്യൂർഡ് ബോണ്ടുകൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് സെക്യൂർഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനി ബാക്കപ്പ് ആയിട്ട് അതിൻ്റെ സ്ഥലവും അതിൻ്റെ ബിൽഡിങ്ങും അതിൻ്റെ അസറ്റുകളും ഒക്കെ ബാക്കപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇൻ കേസ് കമ്പനിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് തരാതിരുന്നാൽ അത് വിറ്റിട്ട് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മുടെ ക്യാഷ് നമുക്ക് തിരിച്ചു തരും. അതുകൊണ്ട് സെക്യൂർഡ് ബോണ്ട് സെലക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ റിട്ടേൺ ആണ് ഇമ്പോർട്ടൻസ്. ബോണ്ട് ഇൻവെസ്റ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സേഫ്റ്റിയും അതേപോലെ റിട്ടേൺ. സേഫ്റ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസിൽ, ICRA പോലത്തെ റേറ്റിംഗ് ഏജൻസി കൊടുക്കുന്ന റേറ്റിംഗ് അനുസരിച്ചും സെക്യൂർഡ് ബോണ്ട് സെലക്ഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ആ സേഫ്റ്റി അവിടെ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് റിട്ടേൺ കിട്ടണം. റിട്ടേൺ കിട്ടുമ്പോൾ അവിടെ 2 റിട്ടേൺ മെൻഷൻ ചെയ്യും ഏത് ഒരു ബോണ്ടിലും. ഒന്ന് കൂപ്പൺ റേറ്റ് എന്നും വേറൊന്ന് YTM, ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയും. സിമ്പിളായിട്ട് പറയാം, കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് അവിടെ ഫേസ് വാല്യൂവിന് അനുസരിച്ചിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. YTM, ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഈ വാല്യൂ ആണ് നമുക്ക് ആക്ച്വലി റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് എന്നർത്ഥം. നമ്മൾ 9ാമത്തെ പോയിന്റിൽ ഇതിൻ്റെ ഡിഫറൻസ് പറയുന്നു. അതായത് ഞാനിവിടെ 3 കോളങ്ങൾ കാണിച്ചിട്ടുണ്ട്, 3 കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ അറ്റ് പാർ എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടിൻ്റെ വില 1000 രൂപയാണെന്ന് വിചാരിക്കാം. ഞാൻ ആ ബോണ്ട് അതിൻ്റെ മെച്യൂരിറ്റി കഴിഞ്ഞു റിഡംഷൻ നടത്തി കഴിഞ്ഞാലും എനിക്ക് 1000 രൂപ തിരിച്ചു കിട്ടുന്നു.
ആനുവലി അത് 10% റിട്ടേൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 100 രൂപ കൂടി എക്സ്ട്രാ കിട്ടുന്നു. ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ YTM ഈൽഡ് ടു മെച്യൂരിറ്റിയും എൻ്റെ കൂപ്പോൺ റേറ്റും 10% ചുരുക്കം. ഇനി ബോണ്ട് മാർക്കറ്റിൽ വന്ന സമയത്ത് ഈ ബോണ്ടിന്റെ വാല്യൂ കുറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ 900 രൂപയാണ് ആ ബോണ്ടിന്റെ വാല്യൂ. പക്ഷേ നമ്മൾ റിഡീം ചെയ്യുമ്പോഴും നമുക്ക് 900 രൂപ അല്ല കിട്ടുന്നത്. നമ്മൾ 900 രൂപ കൊടുത്താണ് ഒരു ബോണ്ട് വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മൾ റിഡീം ചെയ്യുമ്പോൾ ആ ബോണ്ടിന്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 1000 രൂപയാണ്. ആ 1000 രൂപയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ഈ 1000 രൂപ നമുക്കിവിടെ തിരിച്ചു കിട്ടുന്നു. 900 ആണ് നമ്മൾ ആ ബോണ്ടിന് കൊടുത്തത്. കാരണം ആ ബോണ്ടിന്റെ വാല്യൂ കുറഞ്ഞതുകൊണ്ട് നമുക്ക് 1000 രൂപ കിട്ടുന്നു. ഇനി ഈ 1000 രൂപക്ക് 10% റിട്ടേൺ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അതിൽ കിട്ടുന്ന 100 രൂപയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ല. അത് ക്യാപിറ്റലിൽ നമുക്ക് എത്ര കിട്ടി? നമ്മൾ 1000 കൊടുക്കേണ്ടടുത്ത് നമ്മൾ 900 ആണ് കൊടുത്തത്. അവിടെ നമുക്ക് 100 രൂപ എക്സ്ട്രാ ലാഭം കിട്ടി. ഇങ്ങനെ പറഞ്ഞാൽ YTM, അതായത് ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത് കൂപ്പോൺ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ എപ്പോഴും YTM കൂപ്പോൺ റേറ്റിനേക്കാളും കൂടുതലുള്ള ബോണ്ടുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നർത്ഥം. ഇതിന്റെ റിവേഴ്സ് കേസും കൂടി നമുക്ക് പറയാം. അതായത് ഒരു ബോണ്ടിന്റെ ഒറിജിനൽ വാല്യൂ 1000 ആണ്. പക്ഷെ ഞാൻ അത് വാങ്ങിച്ചത് 1100 രൂപ കൊടുത്താണ്. എനിക്കത് നഷ്ടമാണ് ആക്ച്വലി. അവിടെ എനിക്ക് ആനുവൽ റിട്ടേൺ ആയിട്ട് 1000ന്റെ 10% ആ 100 രൂപ അവിടെ കിട്ടും. പക്ഷേ എനിക്ക് അവിടെ ഒരു ലോസ് വന്നു. എത്രയാണ്? 100 രൂപ. കാരണം എന്തുകൊണ്ടാണ് എനിക്ക് ആ ലോസ് വന്നത്? 1000 രൂപ ഉണ്ടായിരുന്ന ബോണ്ട് ഞാൻ വാങ്ങിച്ചത് 1100 രൂപ കൊടുത്തിട്ടാണ്. അപ്പൊ എനിക്ക് അവിടെ വന്ന ലോസ് എന്ന് പറയുന്നത്, ഞാനിവിടെ എഴുതുന്നു, ലോസ് എന്ന് പറയുന്നത് 100 രൂപ എനിക്ക് അവിടെ ലോസ് ആണ്. അപ്പൊ ഇങ്ങനെ ലോസിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് YTM എന്ന് പറയുന്നത് കൂപ്പൺ റേറ്റിനേക്കാളും കുറവായിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ടേബിൾ മനസ്സിലാക്കണം എന്നുള്ളതിലുപരി കീ പോയിന്റ് എന്ന് പറയുന്നത് ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത് കൂപ്പോൺ റേറ്റിനേക്കാളും കൂടുതലായിരിക്കണം. അങ്ങനെയുള്ള ബോണ്ടുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നർത്ഥം. ബോണ്ടുകളെ കുറിച്ചിട്ടുള്ള 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ 10ാമത്തെ പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. 9 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എസ്പെഷ്യലി ബോണ്ടിന്റെ സേഫ്റ്റിയും ഒരു ബോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി ഈ ബോണ്ട് സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 സോഫ്റ്റ്വെയർ ടൂൾസുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ഉണ്ട്. അതാണ് ഒന്ന് ഇന്ത്യ ബോണ്ട് എന്ന് പറയും, വേറൊന്ന് ഗോൾഡൻ പൈ എന്ന് പറയും. ഗോൾഡൻ പൈ എന്ന് പറയുന്നത് വളരെ പയനീർ ആയിട്ടുള്ള, വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ ബോണ്ടും അതേപോലെ തന്നെ വളരെ ട്രാക്ക് റെക്കോർഡ്സ് ഉള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇത് ഈ 2 കമ്പനിയും പ്രൊമോട്ട് ചെയ്യുവാനുള്ളതല്ല. ഇതൊരു സ്പോൺസർഷിപ്പ് വീഡിയോയും അല്ല. എങ്ങനെയാണ് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ബോണ്ട് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ബോണ്ടിന്റെ വെബ്സൈറ്റിലാണ്. indiabonds.com. നിങ്ങളുടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇന്ത്യൻ ബോണ്ട്സിന്റെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്രിസിൽ റേറ്റിംഗും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെക്യൂർഡ് ബോണ്ടും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നല്ലൊരു ബോണ്ട് സെലക്ട് ചെയ്യാം. ഇതിന്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ബ്ലൂ കളറിൽ കാണാൻ പറ്റും എക്സ്പ്ലോർ ബോണ്ട്സ്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്നതോടെ ഞാൻ അടുത്ത പേജിലോട്ട് വരുന്നു. ഈ എക്സ്പ്ലോർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോണ്ടുകൾ ഉണ്ട്, നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഞാനിവിടെ ഫസ്റ്റ് ഫിൽട്രേഷൻ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നു. 1 വർഷം തൊട്ട് 3 വർഷം വരെ നിങ്ങളിവിടെ കാണാൻ പറ്റും. രണ്ടാമതായിട്ട് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫ്രീക്വൻസി, എപ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാം. മന്ത്ലി വേണോ, ക്വാർട്ടർലി വേണോ, ആനുവലി വേണോ, അതിൻ്റെ കണക്ക്. ക്രെഡിറ്റ് റേറ്റിംഗ്, ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ A ആണ്. അത് മിനിമം A എങ്കിലും വേണം. A ഉള്ളത് യൂസ് ചെയ്യാം, AA, AAA ഇത്ര യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ താഴോട്ട് പോകാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ A എങ്കിലും മിനിമം നിലനിർത്തും. ഈ ഫിൽട്രേഷൻ കഴിയുന്നതോടുകൂടി എനിക്ക് ഇത്രയും ബോണ്ടുകൾ കിട്ടുന്നു. നമുക്കിതിനെ ഇവിടെ സോർട്ട് ചെയ്യാം. ന്യൂ അറൈവൽസ് ബോണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈൽഡ് ഹൈ ടു ലോ ഓർ ലോ ടു ഹൈ. അപ്പോൾ ഈൽഡാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ ഇതിൽ ഒരുപാട് ബോണ്ടുകൾ നമുക്കിപ്പം ഇതിൽ അവൈലബിൾ ആണ്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ആലോചിക്കുന്നു എനിക്കൊരു മന്ത്ലി റിട്ടേൺ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ മന്ത്ലി എന്ന് ക്ലിക്ക് ചെയ്യുന്നു. പേജ് ഒന്ന് ലോഡ് ആവാൻ ഒരു അല്പ സമയം എടുക്കുന്നു. അപ്പോൾ നമുക്ക് മന്ത്ലി ഇൻകം കിട്ടുന്ന ബോണ്ടുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഐ ഫിനാൻസ്,
ക്രാസ്ബി സർവീസ് ലിമിറ്റഡ്, ശ്രീരാം ഫിനാൻസ് കോർപ്പറേഷൻസ്, അതേപോലെ ഇന്റൽ മണി, അതേപോലെ മുത്തൂട്ട്, കേരളത്തിലുള്ളതാണ് അറിയാം, നിങ്ങൾക്കറിയാം കൊശമറ്റം ഫിനാൻസ് ലിമിറ്റഡ്. ഇതൊക്കെ ഇവരുടെ ബോണ്ടുകൾ നമ്മൾ ഈ പറയുന്ന, അതായത് സിംഗിൾ എ റേറ്റിംഗും മന്ത്ലി റിട്ടേണും കിട്ടണം, 1 വർഷം തൊട്ട് 3 വർഷം വരെയുള്ള ബോണ്ടുകളാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഫിൽട്രേഷൻ കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്രിസ്പി സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബോണ്ടിലോട്ടൊന്ന് പോകുന്നു. അത് ക്ലിക്ക് ചെയ്യുന്നു. സോ എനിക്ക് ക്രിസ്പി സർവീസ് ലിമിറ്റഡ്, ക്രിസ്പി അല്ല ക്രാസ്ബി സർവീസ് ലിമിറ്റഡ്, അതേപോലെ മുത്തൂട്ട് മൈക്രോ ഫിനാൻസിൻ്റെ ഉണ്ട്. ഇതേപോലെ നമുക്ക് ഒരുപാട് കമ്പനികൾ വേറെ ഏതാ വരുന്നത്, ശ്രീരാം ഫിനാൻസ് കോർപ്പറേഷൻസ്. നമുക്കിവിടെ റീഡ് മോർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീരാം ഫിനാൻസിലോട്ട് പോയി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഞാനിപ്പോൾ ക്രാസ്പി സർവീസ് ലിമിറ്റഡിൻ്റെ ബോണ്ട് എടുത്ത് അനലൈസ് ചെയ്യുന്നു. സോ ഇന്ത്യ ബോണ്ടിൽ നിന്ന് ക്രാസ്പി സർവീസ് ലിമിറ്റഡ് എടുത്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറഞ്ഞത്, ഇതിൽ ക്രിസിൽ റേറ്റിംഗ് ഇതിന് എ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല റേറ്റിംഗ് ആണ്. എയോ A-ഓ A+ഓ അതിന് മുകളിലോട്ടുള്ളത് ചൂസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂപ്പൺ റേറ്റിംഗ് 10.5 ആണ് ഇവിടുത്തെ കൂപ്പൺ റേറ്റിംഗ്. പക്ഷെ കൂപ്പൺ റേറ്റിംഗിനെ അപേക്ഷിച്ച് നോക്കണം ഈൽഡ് ടു മെച്യൂരിറ്റി. കണ്ടോ, ഈൽഡ് ടു മെച്യൂരിറ്റി. ഇവിടെ ഈൽഡ് ടു മെച്യൂരിറ്റി നിൽക്കുന്നത് 11.1 ആണ്. പക്ഷെ കൂപ്പൺ റേറ്റ് 10.5 ഉള്ളൂ. അപ്പം നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ ബോണ്ട് വാങ്ങിക്കുന്നത് എന്നർത്ഥം. രണ്ടും ഒരേ വാല്യൂ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പാർ വാല്യൂ മാർക്കറ്റ് വാല്യൂ സെയിം ആണ്, നമുക്ക് അവിടെ ഡിസ്കൗണ്ട് ഒന്നുമില്ല. പക്ഷേ ഈൽഡ് ടു മെച്യൂരിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ആ ബോണ്ട് വാങ്ങിക്കുന്നത്. ഈൽഡ് ടു മെച്യൂരിറ്റി കുറവാണെങ്കിൽ, ഏതിനെ അപേക്ഷിച്ച് കൂപ്പൺ റേറ്റിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ പ്രീമിയം പ്രൈസിലാണ് അത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ കൂപ്പൺ റേറ്റ് 10.5ഉം ഈൽഡ് ടു മെച്യൂരിറ്റി 11 ഉണ്ട്. സോ സ്ലൈറ്റ്ലി നമ്മൾ ഡിസ്കൗണ്ടിലാണ് വാങ്ങിക്കുന്നത്. ഈ ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോണ്ട് മെച്ചോർഡ് ആകുന്നത് 2/27 ഡിസംബർ 2, 2027 ഇതിൻ്റെ പേയ്മെന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മന്ത്ലി ആണ്. 1 വർഷം 10 മാസം ഉണ്ട് ഈ ബോണ്ട് മെച്ചോർ ആകാൻ വേണ്ടിയിട്ട്. ഇനി ബോണ്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് റീപേയ്മെന്റ് ഫ്രീക്വൻസി. ഇവിടെ സീനിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സീനിയർ? ഇവിടെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് സീനിയർ എന്ന് കാണാൻ പറ്റും, ഒന്ന് സബ് ഓർഡിനേറ്റ് അല്ലെങ്കിൽ ജൂനിയർ എന്ന് കാണാൻ പറ്റും, വേറൊന്ന് ലാസ്റ്റ് കാണുന്ന ഇക്വിറ്റി എന്ന് കാണാൻ പറ്റും. അതായത് നമ്മളിവിടെ എടുക്കുന്ന ബോണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സെക്യൂർഡ് ബോണ്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതായത് ഈ ബോണ്ട് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിന് ഈക്വൽ ആയിട്ട് അവർ നമുക്ക് അവരുടെ ബിൽഡിങ്ങോ അസറ്റുകളോ നമുക്ക് അവരുടെ കൊളാട്രൽ ആയിട്ട് ഗ്യാരണ്ടി ആയിട്ട് വെക്കും. കമ്പനി അവരുടെ പ്രോപ്പർട്ടീസ് വിറ്റുകൊണ്ട് ആ കിട്ടുന്ന ക്യാഷ് ആദ്യം സെറ്റിൽ ചെയ്യുന്നത് സീനിയോറിറ്റി കാറ്റഗറിയിലായിരിക്കും, അതായത് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കായിരിക്കും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാഷ് അവർ സെറ്റിൽ ചെയ്യുന്നത് ഈ റീപേയ്മെന്റ് പ്രയോറിറ്റി സീനിയോറിറ്റി അല്ലാതെ ജൂനിയർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് വരും, അവർക്കായിരിക്കും ഇത് സെറ്റിൽ ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ട് അവസാനമാണ് ഇക്വിറ്റി ഷെയർസുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് വഴി അവരുടെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. അവരാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് വരുന്ന ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് സീനിയോറിറ്റി ഉള്ളവർക്കാണ്. സോ സീനിയർ കാറ്റഗറി ആയിരിക്കണം റീപേയ്മെന്റ് പ്രയോറിറ്റി വരേണ്ടത്. അപ്പോൾ ഈ ബോണ്ട് ഈ ഫാക്ടേഴ്സ് എല്ലാം ബേസ് ചെയ്തിട്ട് ഒരു സേഫ് സൈഡിലാണ് എന്നർത്ഥം. ഇനി നമുക്ക് ഈ ബോണ്ടിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഇതിന്റെ ഈ ബോണ്ടിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ ബോണ്ട് ഡിസ്കൗണ്ട് റേറ്റിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ബോണ്ട് വാങ്ങിക്കണമെങ്കിൽ കൊടുക്കേണ്ടത് 99,886 റുപ്പീസേ ഉള്ളൂ. ഇത് ഈ റേറ്റ് കുറഞ്ഞതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഈൽഡ് ടു മെച്യൂരിറ്റി കൂടി നിൽക്കാനുള്ള കാരണം. ഇനി നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ബ്ലാക്ക് ബോക്സിൽ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇപ്പം അതിൻ്റെ ഫേസ് വാല്യൂ, എന്താണ് ഇപ്പം അത് ഓഫർ ചെയ്യുന്ന വാല്യൂ, പിന്നെ ഇതിൻ്റെ ഈൽഡ് ടു മെച്യൂരിറ്റി 11.7%, 11.10% ആണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതെടുത്തത് മന്ത്ലി പേ ഔട്ട് കിട്ടുന്ന പോലെയാണ്. സോ ഓരോ മാസം നമുക്ക് എത്രയൊക്കെ കിട്ടുമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇത് ഓരോ വർഷവും, അതായത് ഞാൻ 1 യൂണിറ്റ് ആണ് വാങ്ങിക്കുന്നത്. നമുക്കിവിടെ യൂണിറ്റ് മാറ്റാൻ പറ്റും, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്. പക്ഷെ ഞാനിപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഈസി വേണ്ടിയിട്ട് 1 യൂണിറ്റ്, അതായത് 99,627 രൂപയാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ വ്യൂ ബ്രേക്കപ്പ് കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാം
മനസ്സിലാവും ഒരു ബോണ്ടിന്റെ വില എന്ന് പറയുന്നത് 99,886 അതിൽ ഇൻഡിക്കേറ്റീവ് അക്വേർഡ് ഇൻട്രസ്റ്റ് ചാർജസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, അതർ ചാർജസ്, അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് ഒരു 200 രൂപയുടെ കുറച്ചിട്ട് 99,627 രൂപയാണ് പോകുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് പേ ഔട്ട് എന്ന് പറയുന്നത് 17,950 ആണ്. ഇനി ഓരോ ശ്രദ്ധിക്കണം, 2026 ഈ ബോണ്ട് എത്ര പേ ചെയ്യും? ഇവിടെ ഓരോ മാസം, അതായത് ഫെബ്രുവരിയിൽ, മാർച്ചിൽ, ഏപ്രിൽ, മെയിൽ, ജൂണിൽ, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അങ്ങനെ 2026 9,608 രൂപ നമുക്ക് പേ ചെയ്യും. നമ്മുടെ ക്യാപിറ്റൽ അവിടെ കിടക്കുകയാണ് ഈ കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ മാത്രം. ഇനി 2027 പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ഓരോ മാസവും പേ ചെയ്യും 8,341 രൂപ. അത് കഴിയുമ്പോൾ ഇവിടെ ലാസ്റ്റ് കാണാൻ പറ്റും 2027 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ, ഓഗസ്റ്റ് 28 തൊട്ട് ഡിസംബർ 2 വരെ 25,000 എക്സ്ട്രാ വെച്ച് 25,000 വെച്ച് നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 1 ലക്ഷം രൂപ. ഇപ്പം നമ്മൾ ആലോചിക്കണം, നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 99,627 പക്ഷേ ബോണ്ടിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. അതുകൊണ്ടാണ് അവർ 1 ലക്ഷം നമുക്ക് തിരിച്ച് അടക്കുന്നത്. ഇത് ചില ബോണ്ടുകൾ 4 തരും, 25,000 വെച്ചിട്ട് തരും. ചില ബോണ്ടുകൾ 50,000 വെച്ചിട്ട് 2 തവണ ചെയ്യും. ചില ബോണ്ടുകൾ ഒറ്റ അടിക്ക് 1 ലക്ഷം അവസാന മാസ കാലഘട്ടത്തിൽ തരും. അതിനിടക്ക് നമുക്ക് വരുന്ന ഈ റേറ്റ് ഓഫ് റിട്ടേൺ, ഈ പേ ഔട്ട് വേണമെങ്കിൽ നമുക്ക് മാസം എടുക്കാം. ഇനി അതല്ല, എനിക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് മതിയെങ്കിൽ നമുക്ക് അവസാനം ക്യുമുലേറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ ആവശ്യം അതനുസരിച്ച് ഇതിലുള്ള ഫിൽട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ ബോണ്ടുകൾ എടുക്കുന്ന സമയത്ത് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ കുറച്ചും കൂടി എനിക്ക് ഭയങ്കര വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളത് ഗോൾഡൻ പൈ എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. ഇതിനു വേണ്ടിയിട്ട് ഈ ക്രൈസ്ബി സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി കൊടുക്കുന്ന ഇതിൻ്റെ ബോണ്ടിൻ്റെ ISIN നമ്പർ ഉണ്ട് ഇവിടെ മേലെ. ഇതിവിടെ കോപ്പി ചെയ്യുന്നു, ഞാനിവിടെ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഗോൾഡൻ പൈൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ISIN നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പനി ഇവിടെ വരുന്നു, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് ഈ ബോണ്ടുകളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന വെബ്സൈറ്റ് തന്നെയാണ്. പക്ഷേ ഇന്ത്യ ബോണ്ട് എനിക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. പക്ഷേ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിനാൻഷ്യൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, റവന്യൂ 2022 തൊട്ട് കൃത്യമായിട്ട് കൂടുന്നു. പാറ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൃത്യമായിട്ട് കൂടുന്നുണ്ട്, പോസിറ്റീവാണ്. ഡെപ്റ്റ്, കടം കുറച്ച് കൂടിയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് സ്റ്റെബിലിറ്റി ആണ്. കാരണം എൻ്റെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി അത് ലോൺ എടുക്കുന്നുണ്ടായിരിക്കാം. നെറ്റ് വർത്ത്, ആ കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് 606 കോടിയിൽ നിന്ന് 2,355 കോടിയിലോട്ട് കൂടി എന്നുള്ളതും പോസിറ്റീവാണ്. അപ്പോൾ ആ ഫിനാൻഷ്യൽസ് കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ താഴെ കൊടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് റേഷ്യോ അനാലിസിസും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടവർക്ക് പഠിച്ച് മനസ്സിലാക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കമ്പനി എടുക്കുന്ന സമയത്ത് ആ കമ്പനി ആണെങ്കിലും ആ ഗവൺമെൻറ് ആണെങ്കിലും ഒരു ഗവൺമെൻറ് ഓൺഡ് കമ്പനി ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ കുറച്ച് ഫിനാൻഷ്യൽസ് കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യാമെന്നും അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയാനും പഠിക്കാനും, എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, ETF ഇത്തരത്തിലുള്ള വേരിയസ് അസറ്റ് ക്ലാസ് ഇൻക്ലൂഡിങ് ബോണ്ടുകളെ കുറിച്ചെല്ലാം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ഈ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അതുകൊണ്ട് ബെനഫിറ്റ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ജേണിയിൽ നിങ്ങൾക്ക് ബെനഫിറ്റ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ 2-3 മാസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് ഏത് സമയത്തും ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ആവശ്യമായ എല്ലാ ലിങ്കുകളും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് ലിങ്കും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അടുത്ത ആഴ്ചകളിൽ നമുക്ക് മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.